ഹല്ലേലൂയ. സർവശക്തിയുള്ള ദൈവപിതാവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഭക്തിയുള്ള ജീവിതത്തിന് ആധാരമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനമാണ്. ഉൽപ്പത്തി 1-ാം അധ്യായം 2-ാം വാക്യം പറയുന്നത്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് യഹോവ കൽപ്പിക്കുന്നത്, വെളിച്ചം ഉണ്ടാകട്ടെ. ഇതുപോലെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് കൊടുമുഴക്കത്തോടെ ഇറങ്ങി. ആത്മാവിന്റെ പരിവർത്തനം, ആത്മാവ് അഗ്നിയുടെ നാവായി ആ 120 പേരിൽ പതിഞ്ഞപ്പോൾ അവിടെ പത്രോസിന്റെ പ്രസംഗത്തിലൂടെ 3000 പേര് രക്ഷിക്കപ്പെടുകയാണ്. ആത്മാവ് ആണ് പരിവർത്തിക്കുന്നത്. ആദ്യം പരിവർത്തിക്കേണ്ടത് ആത്മാവാണ്. ദാനിയേൽ 7:10 പറയുന്നതും ഇത് തന്നെയാണ്. ഒരു അഗ്നി നദി സ്വർഗ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. നമ്മൾ പരിശുദ്ധാത്മാവിന് 1-ാം സ്ഥാനം കൊടുക്കണം. മഹത്വത്തിന്റെ ദൈവം ഇടി മുഴക്കുന്നു എന്നാണ് 29-ാം സങ്കീർത്തനം 3-ാം വാക്യം പറയുന്നത്. യഹോവ പെരുവെള്ളത്തിന്മീതെ ഇരുന്നു. ആദ്യം ദൈവാത്മാവ് പ്രവർത്തിക്കണം, എങ്കിലേ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടാവുകയുള്ളൂ. ദൈവാത്മാവ് യേശുവിന്റെ ജീവിതം നോക്കിയാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ ആത്മാവ് ഇറങ്ങുകയാണ്. പിന്നെയാണ് ദൈവഹിതപ്രകാരമുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.